ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതിനകത്ത് സോഫ്റ്റ്വെയർ ഇതിലെ കൂടെ പോകണം അതിലെ കൂടെ പോകണമെന്ന് അതിനകത്ത് പറയും. പക്ഷെ അത് കേട്ടുകൊണ്ടിരുന്നാൽ ഇപ്പോൾ നമ്മളതനുസരിച്ച് വണ്ടി ഓടിക്കണം. ഇപ്പോൾ ഗുരു വഴി പറയും, ആ വഴിയെ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ ആ ഗുരു പറയുന്ന വഴിയെ സഞ്ചരിച്ചാലേ നമുക്ക് നമ്മളിലേക്ക് ഉണരാനും ഉയരാനും സാധിക്കുകയുള്ളു. എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം മുട്ടയിട്ട് കുറച്ച് നാൾ മുട്ടയിട്ട് കഴിയുമ്പോൾ ഇത് അടയിരിക്കുമെന്ന് പറയും. അപ്പോൾ അടയിരിക്കുന്നതാണ് കോഴിയെ പറയുന്നത്. കാരണം പനി പിടിച്ചതുപോലെ ആ കോഴി ഒരു മൂലയിൽ പോയിരിക്കും, നടക്കാനൊന്നും പോകത്തില്ല. അപ്പം നമ്മൾ അടുത്തൂടെ പോയാൽ തന്നെ കീ കീന്ന് ശബ്ദം ഉണ്ടാക്കും, കൊത്തി തിന്നാൻ പോകത്തില്ല. പണ്ട് നമ്മളങ്ങനെ കോഴിക്ക് വേണ്ടി പ്രത്യേക രീതിയിൽ കൊടുക്കുന്നില്ല. അതുള്ള ഭക്ഷണം അതിന് ചുറ്റുപാടിന്ന് കിട്ടും. മുറ്റത്ത് കിടക്കുന്ന പുഴുവിനെയും എച്ചിലുമൊക്കെ തിന്നാണ് അന്നത്തെ കാലത്ത് വീട്ടു വളർത്തുന്ന കോഴികൾ വളർന്നു. അപ്പോൾ കൊത്തി തിന്നാനും പോകാതെ ഒരു മൂലയിൽ കയറി എവിടെയിലിരിക്കും, ഒരു കച്ചി കണ്ടാൻ്റെ പുറത്ത് കയറി അനങ്ങാതിരിക്കും. അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. മൂലയിൽ പോയി കോഴി ഇരിക്കുമ്പോൾ അമ്മ കോഴിയെ പിടിച്ചിട്ട് 4 ചുറ്റും കായലുണ്ടല്ലോ ഇവിടെ, വെള്ളത്തിലോട്ട് എറിയും. അപ്പോൾ വെള്ളത്തിലെറിയുമ്പോൾ ഇതിന് മുങ്ങിപ്പോകുമല്ലോ, ഭാരമുള്ളതാണ്. കോഴിക്ക് മുകളോട്ട് ഉയരത്തിൽ പറക്കാൻ അത്ര പറ്റത്തില്ല. അപ്പോൾ കോഴി ചിറകിട്ട് അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ കരയ്ക്കോട്ട് കയറും. അപ്പോൾ വീണ്ടും എടുത്ത് അമ്മ അങ്ങ് വെള്ളത്തിലെറിയും, വീണ്ടും അടിച്ച് കയറും, പിന്നെ എറിയും. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ എറിഞ്ഞ് കഴിയുമ്പം കോഴി പിന്നെ നടന്നങ്ങ് കൊത്തി തിന്നും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ 3 ആഴ്ച വീണ്ടും മുട്ടയിടാൻ. ഈ നേരത്തെ മടി പിടിച്ച് അവിടെ ഇരുന്ന് താൻ്റെ ഭക്ഷണത്തിന് പോലും തിന്നാൻ പോകാതെ മടി പിടിച്ചിരുന്ന കോഴി അതിനെ ഇങ്ങനെ ആക്കിയപ്പോൾ സ്വയം പ്രയത്നിക്കാനുള്ള ശക്തി കൊടുക്കുകയാണ്. വെള്ളത്തിലെറിഞ്ഞ് സ്വയം ചിറകടിച്ച് വന്നപ്പോൾ ഒരു ഉന്മേഷം കിട്ടി, ആ തമസങ്ങ് മാറി. ഇപ്പോൾ ദമയന്തിയമ്മ കോഴിയോട് ചെയ്തതുപോലാണ് ഗുരു ശിഷ്യനോട് ചെയ്യുന്നത്. മടി പിടിച്ചിരിക്കുന്ന മനസ്സിനെ എങ്ങനെയാണ് ഒത്തിരിക്കുന്നത്. അപ്പോൾ പറയുമല്ലോ, ഒരിക്കൽ ഗുരു ശിഷ്യനും കൂടെ നടന്നു പോകുമ്പം ശിഷ്യൻ പറഞ്ഞു, അയ്യോ ഇനി എനിക്കൊരു ചുവട് വയ്ക്കാൻ പറ്റുന്നില്ല ഗുരു, കുറച്ച് നേരം നമുക്ക് വിശ്രമിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. ശരി, നീ ഇരുന്നോ, കുറച്ച് ക്ഷീണം തോന്നുന്നു, ശരി ഇരുന്നോ. ഗുരു അങ്ങ് നടന്നു പോയി. അസ്മതി നിന്നപ്പോൾ ഈ ശിഷ്യൻ അവിടെ ഇരിക്കുന്നു. നീ ഒരു ചുവട് നടക്കാൻ പറ്റും, എങ്ങനെ ഇത്ര പെട്ടെന്ന് എത്തി? ഗുരുവിൻ്റെ വേല ഗുരുവിൻ്റെ കയ്യിലിരിക്കട്ടെ പറയുന്നത്. ഈ ശിഷ്യൻ അവിടെ കിടന്ന് ഇങ്ങനെ സൂചി കിടക്കുന്നുണ്ടപ്പോൾ ഗുരു എന്ത് ചെയ്ത്, അവിടെ കൃഷി കള പറിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടി ഭക്ഷണം കൊണ്ടുവന്ന് നിൽക്കുകയായിരുന്നു. ആ ഒരു പെൺകുട്ടിയെ പിടിച്ച് വൃക്ഷച്ചവിട്ടിരുന്ന് വിശ്രമിക്കാൻ അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് ഗുരു അങ്ങ് പോയി. ഈ ഭക്ഷണം കൊണ്ടുവന്ന പെൺകുട്ടിയെ കാണുന്നില്ല. കൃഷി ചെയ്തവരെ നോക്കുമ്പോൾ ഇയാളടുത്ത് നിൽക്കുക. അപ്പോൾ അവിടുത്തെ പെണ്ണിങ്ങനെ ഇവിടെ വന്നു. ഇവനവിടെ പൊക്കൊണ്ട് വന്നാന്നും പറഞ്ഞു എല്ലാവരും കൂടെ പെണ്ണടാ, പെണ്ണെ കിട്ടി ഇവൻ്റെ അടുത്തിരിക്കുന്ന പെണ്ണെല്ലാം കൂടെ അടിക്കാൻ വടിയും തടയും കൊണ്ട് ഇവനോ 2 കണ്ണ് ഉടച്ച് ഒരൊറ്റ ഓട്ടം അങ്ങനെ ഓടി. അപ്പോൾ ഗുരു എത്തുന്നതിന് മുമ്പ് ശിഷ്യൻ അവിടെ എത്തി, ആശ്രമത്തിൽ. അപ്പം ഇതുപോലെ അപ്പം ഈ കഴിവ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ, ഈ ശിഷ്യൻ്റെ ഉള്ളിലേക്ക് കഴിവില്ലായിരുന്ന ഒരു ചൂട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഗുരു ശിഷ്യന്മാരെ ഒത്തിരിക്കുന്നത്. ഇതുപോലാണ് ഓരോരോ സാഹചര്യം സൃഷ്ടിക്കും, അങ്ങനെയാണ് ഒത്തിരിക്കുന്നത്.